പ്രൈസറോ ജെനിസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് വലിയൊരു ആഘോഷത്തിൻ്റെ നടുക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ഭാരതസഭയെ ഉജ്ജ്വലിപ്പിക്കുന്ന, ഭാരതസഭയെ പരിചയപ്പെടുത്തുന്ന അതെ GGM 2026 അതെ ഇന്ന് തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ നിർമ്മിതി ജെറുസലേം ധ്യാന മന്ദിരത്തിലെ ഇന്ന് അതിൻ്റെ ഔദ്യോഗികമായ സ്ഥലത്തിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മം നടന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് സീറ്റിൽ കൂടെ ഇരിപ്പുണ്ട്. ബ്രദർ, എന്താണ് ഈ ഒരു ആഴ്ച അവിടെ നടക്കാൻ പോകുന്ന ആഘോഷം? ഇത് കൂടെ നടക്കാൻ പോകുന്ന GGM മിഷൻ കോൺഗ്രസ്. ഇത് ഉണ്ടാവാനുള്ള ആദ്യത്തെ കാരണം ഈ മിഷനിൽ പലപ്പോഴും യാത്ര ചെയ്തപ്പോഴും ഇവിടുത്തെ പള്ളികൾ, കോടികൾ വരുന്ന പള്ളികളും അവിടെയാണെന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ തോട്ടിലും ഉമ്മറത്തേക്കാണ് പല പള്ളികളിലും അവർക്ക് ഒരു രണ്ട് തമ്മിലുള്ള ഗ്യാപ്പ്, ഒരു ഭയങ്കര വേരിയേഷൻ ഉണ്ടായിരുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ വളരെ ആർഭാടപരമായിട്ടുള്ള വലിയ പള്ളികൾ, അവിടെയാണെങ്കിൽ പള്ളികളില്ല. അതുപോലെ തന്നെ വൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ വൊക്കേഷൻ ആരും കിട്ടാനില്ല. അസമിതിയാണെന്നുണ്ടെങ്കിൽ സർപ്ലസ് ആയിട്ടുള്ള വൊക്കേഷൻ. അതേപോലെ പല കാര്യങ്ങളിലും ഒരു ഇൻബാലൻസ് ഫീൽ ചെയ്തു. അതായത് സൗത്തും നോർത്തും തമ്മിൽ ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ മിഷണറിമാർ, അതിനൊപ്പം തന്നെ അതായത് കേരളത്തിൽ പലരും നോർത്ത് മിഷൻ കണ്ടിട്ടില്ല, എന്താണ് അവിടെ സംഭവിക്കുന്നത് അറിഞ്ഞത്. അപ്പോൾ അത് കേരളത്തിൽ സൗത്തിൽ കാണിക്കാൻ വേണ്ടി നോർത്തിലെ മിഷണറിമാരെ ഇങ്ങനെ കൊണ്ടുപോകും. അതേപോലെ തന്നെ ഇവിടെ നിന്നുള്ള റിസോഴ്സ്, അതായത് ഫിനാൻഷ്യൽ റിസോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ലൊക്കേഷൻ ആയിരിക്കാം, ഇത് അങ്ങോട്ട് എത്തിക്കാം. ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഏത് വർഷത്തിലാണ് ആരംഭിച്ചത്? ഇത് 2017 ആദ്യത്തെ മിഷൻ കോൺഗ്രസ് നടന്നത്. 2017 ആദ്യത്തെ അത് എവിടെയാണ് നടന്നത്? കേരളത്തിലെ സെൻട്രൽ പാർട്ട് ഓഫ് കേരളയിൽ വെച്ച് നടന്നു. അറ്റ്ലസ് കൺവെൻഷൻ സെന്റർ എറണാകുളം ജില്ലയിൽ വെച്ചാണ് നടന്നത്. രണ്ടാമത്തെ എല്ലാം 2003 എറണാകുളം ജില്ലയിൽ വെച്ച് നടന്നത്. അതിനുശേഷം ഇവിടെ ഇപ്പോൾ മൂന്നാമത്തെയാണ്. ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ മൂന്നാമത്തെയാണ്. ജെറുസലേം ധ്യാനമന്ദിരത്തിൽ തോമസേട്ടാ, ഇതിനെക്കുറിച്ച് തോമസറിന്റെ അഭിപ്രായം? കഴിഞ്ഞ വർഷം 6ാമത്തെ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിൽ വെച്ച് നടന്നിരുന്നു. അപ്പോൾ ആ ഒരു ദേശത്തുള്ള ജനങ്ങൾക്കെല്ലാം ഒരു വലിയൊരു അനുഭവമായിട്ടാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇത് കേരളത്തിലെ പല ഭാഗങ്ങളിലേക്ക് ഇനി വീണ്ടും ഓരോ വർഷം കഴിയുന്നവരും ഇത് മാറ്റി ഈ GGM നടത്താനാണ് ആഗ്രഹിക്കുന്നത്. അത്രമാത്രം അതിൽ നിന്നുള്ള ഫലങ്ങൾ കർത്താവ് തരുന്നത്. അനേക അൽമായർ ഇതിനോട് ഈ ഒരു എക്സിബിഷനിലൂടെ മിഷനിലേക്ക് പോയിട്ടുണ്ട്, അനേകം. അതേപോലെ തന്നെ വൊക്കേഷൻ, ആദ്യത്തെ അച്ഛന് പട്ടം കിട്ടിയത് കഴിഞ്ഞ ഡിസംബറിലാണ്. 2025 ഡിസംബറിൽ ആദ്യത്തെ, 2024 ഡിസംബറിൽ ആദ്യത്തെ പട്ടം കിട്ടി. അതായത് മിഷൻ കോൺഗ്രസിലൂടെ അച്ഛനാണെന്നുള്ള പേര് കൊടുത്ത് അച്ഛനായി. ആ അച്ഛൻ ഈ കൊല്ലം, കഴിഞ്ഞ വർഷം മിഷൻ ഇറ്റാന ഡയസിസിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഇറ്റാന ഡയസിസിൽ നിന്ന് അച്ഛൻ വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. കഴിഞ്ഞ വർഷം ഈ വർഷമുണ്ട്. അതേപോലെ ഓരോ വർഷങ്ങളിലും അനേകം പേര് ഇത് കണ്ടുകൊണ്ട് മിഷനിലേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയെ തീർച്ചയായിട്ടും എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടോ? കൂടുതലും നോർത്ത് ഈസ്റ്റ് ആണ് കൂടുതൽ. നോർത്ത് ഈസ്റ്റ്, പിന്നെ മറ്റേ കോൺഗ്രിഗേഷൻസും എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ട്. എല്ലാ പിതാക്കന്മാരും 3 രീതിയിലുള്ള പിതാക്കന്മാരും സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും. ഈ പ്രാവശ്യം 37 പിതാക്കന്മാരുടെ സാന്നിധ്യം കൂടി ഉണ്ടാവും. 37 പിതാക്കന്മാരുടെ സാന്നിധ്യം. എൻ്റെ ദൈവമക്കളെ, ഇത് വെറൊരു ഇന്റർവ്യൂ എന്നുപരിയായിട്ട്, അല്ലെങ്കിൽ ഇത് ഒരുപാട് വ്യക്തികൾക്ക് എത്തുന്ന ഉപരിയായിട്ട്, ഇത് നിങ്ങളിത് കാണുമ്പോൾ പറയണം, ഇന്ത്യയെ മുഴുവൻ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരാണ്. ഇതിലൂടെ ധ്യാനം കൂടുന്നതിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള ദൃശ്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ അല്ലേ? അങ്ങനെ അനുഭവങ്ങളൊക്കെ ഓരോ പേര് അനേകർ. അതായത് അനേകർക്ക് ഈ എക്സിബിഷനുള്ളിൽ കടക്കുമ്പോൾ തന്നെ വലിയൊരു അഭിഷേകം ഫീൽ ചെയ്ത് വീട്ടിലേക്ക് പോകാനുള്ള ഒരു തീഷ്ണതയും പലരും ഒരു അഭിഷേകം ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും. ഇതിന് പുറമെ വേറെ ഒന്നുള്ളത്, ഈ പ്രാവശ്യത്തെ സവിശേഷത ഒരു 5000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ദിവ്യകാരുണ്യ ഒരു എക്സിബിഷൻ തന്നെയാണ്. എക്സിബിഷൻ ദിവ്യകാരുണ്യത്തിന് ഫോക്കസ് ചെയ്ത് കുർബാനയും ദിവ്യകാരുണ്യത്തിനെ കുറിച്ചുള്ള ഒരു ആഴമായിട്ടുള്ള അനുഭവം കിട്ടുന്ന ഒരു എക്സിബിഷൻ. 5000 സ്ക്വയർ ഫീറ്റ്. അത് തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ്. അതിൽ അവര് കൂടുതലായിട്ട് യുവാക്കളെ ലക്ഷ്യം വെച്ച്, കാരണം അവിടെ കടന്നു വരുന്ന യുവാക്കൾക്ക് അവിടെ ഈ ഓൺലൈൻ ക്വിസിൽ പങ്കെടുത്തുകൊണ്ട് ഈ എല്ലാ ഉത്തരങ്ങളും അവർ ആൻസർ ചെയ്യാൻ, ഉത്തരങ്ങളൊക്കെ അതിൽ തന്നെയുണ്ട്. അത് കണ്ടുപിടിക്കുമ്പോഴേക്കും
അവരെ ആഴത്തിൽ അവരെ ഹൃദയത്തിൽ ഒരു ബോധ്യം കിട്ടുന്നത്. ഞാൻ ചോദിച്ചത് ആരാ നേതൃത്വം ചെയ്യുന്നതല്ലോ കാർലോ എന്ന് പറയുന്ന ഒരു മിനിസ്ട്രിയാണ്. കാർലോ മിനിസ്ട്രി. ആളുകൾ ഇങ്ങനെ ഒരുപാട് സ്റ്റേറ്റിൽ നിന്ന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. വിനോദുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. നമുക്ക് എല്ലാവരും ഒന്ന് സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു. ഈ 13 വരെ 19 വരെ ജെറുസലേം ധ്യാനത്തിൽ വെച്ച് രാവിലെ 9 മണിക്ക് ദീപയോട് ആരംഭിച്ച് രാത്രി 9 മണി വരെ ഇതുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് പറയേണ്ടത് നാളെ ധ്യാനിയിൽ വെച്ച് നടത്തുന്ന ഒരു പ്രേസ് പാർട്ടി, എവേക്ക് പ്രേസ് പാർട്ടി. ഏകദേശം ഞങ്ങൾ 5000 പേർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും 5 മണി മുതൽ 9 മണി വരെ കർത്താവിനെ ആരാധിക്കാം. 13-ാം തീയതി 5 മണി മുതൽ 9 മണി വരെ ധ്യാനിയിൽ വെച്ച് നടത്തുന്ന പ്രേസ് പാർട്ടി, പ്രൈസ് പാർട്ടി. എല്ലാവരും പരസ്പരം യുവജനങ്ങൾ തീർച്ചയായിട്ടും ആദ്യം കർത്താവിനെ ആരാധിക്കാൻ കിട്ടുന്ന നല്ലൊരു അവസരമാണ്, പാഴാക്കരുത്. എല്ലാവരും കടന്നു 5000 പേർക്കുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. മിഷനെ അറിയുക, മിഷനെ സ്നേഹിക്കുക, മിഷനെ വളർത്തുക. മിഷൻ പ്രവർത്തനം എന്നുള്ളത് വൈദികരുടെയോ സിസ്റ്റേഴ്സിന്റെയും മാത്രമല്ല, മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും അവകാശമാണ്, ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഫിയാത്ത് മിഷന്റെ നേതൃത്വത്തിൽ 7ാമത് GGM ജെറുസലേം വചനകൂടാരത്തിൽ വെച്ച് ധ്യാനകേന്ദ്രത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. വിവിധങ്ങളായ സ്ഥലങ്ങളിലുള്ള മിഷനെ നമുക്ക് കാണുവാനും ആ മിഷനെ കുറിച്ച് അറിയുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ സമയമാണ്. ഇപ്പോൾ നമ്മളിവിടെ ബഹുമാനപ്പെട്ട പോളി തെക്കനച്ഛനുണ്ട്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനാണ്. അതുപോലെ തന്നെ ഈ അച്ഛൻ്റെ പരിശ്രമ ഫലമായി ഈ കാലഘട്ടത്തിൽ ഇറ്റാനഗർ രൂപതയിലും അതുപോലെ തന്നെ ഉഗാണ്ടയിലുമെല്ലാം മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഒരുപാട് മിഷണറിമാർ വന്നു പോകുന്നു. മിഷണറിമാരെ നമുക്ക് കാണുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ വളർത്തുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ദൈവാനുഗ്രഹത്തിന്റെ സമയമാണ്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ 7ാമത് GGMലേക്ക് സ്വാഗതം ചെയ്യുന്നു.